The world is a book, and a person who hasn't traveled has read only one page of the book. Welcome to a brand new episode of EduTalk. Studying abroad, നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ഒരു ഡ്രീമാണ്. Around 70% of Indian students aspire to do their higher education abroad. But how to go about it? അത് എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാനായി ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് കരിയർ കൗൺസിലറായ മിസ് സൂസൻ മാത്യു ആണ്. മാം, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓവർ. താങ്ക് യു മാം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ത്യൻസിൻ്റെ പ്രത്യേകിച്ച് ഒരു ഡ്രീമാണ് അബ്രോഡ് പോയി പഠിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും 10th 12th ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 70% സ്റ്റുഡൻസ് അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സ്റ്റുഡൻസ് മാത്രമല്ല, അവരുടെ പേരൻസും. പക്ഷേ എന്താണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ? എന്തുകൊണ്ടാണ് ഇത്രയും ഒരു അട്രാക്ഷൻ അബ്രോഡ് പോയി പഠിക്കുക എന്നുള്ളത്? നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്കൂൾസ് ഉണ്ട്, കോളേജസ് ഉണ്ട്, യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു അട്രാക്ഷൻ എന്തുകൊണ്ടാണ് അബ്രോഡ് എഡ്യൂക്കേഷനെ പറ്റി? ബേസിക്കായിട്ട് ആ അട്രാക്ഷൻ എന്ന് പറയുന്നത് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. ഒരു US യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെ UK യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് ഒരു ഇൻ്റർനാഷണൽ റെക്കഗ്നിഷൻ ഉണ്ട്. സോ അത് ഇവിടെ വന്നാലും നാട്ടിൽ പോയാലും അത് വേറെ ഏതൊരു ഫോറിൻ കൺട്രി പോയാലും ദേ റെക്കഗ്നൈസ് ഇതൊരു UK സർട്ടിഫൈഡ് കോഴ്സാണ്, അല്ലെ US സർട്ടിഫൈഡ് കോഴ്സാണ്, അല്ലെ ഓസ്ട്രേലിയൻ സർട്ടിഫൈഡ് കോഴ്സാണ്. അപ്പം ആ ഒരു ഇൻ്റർനാഷണൽ റെക്കഗ്നിഷനാണ് ദ ബേസിക് ആൻഡ് ഫോർമോസ്റ്റ് അട്രാക്ഷൻ. ആ ഒരു അട്രാക്ഷൻ വേറെ ഒന്നിനും കിട്ടുന്നില്ല. ദ സെയിം റീസൺ ആണ് ഇവിടെ കുറേ സ്റ്റുഡൻസ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് പഠിക്കുന്നത്. നമുക്ക് അമിറ്റി ഉണ്ട്, മണിപ്പാലുണ്ട്, സോ മെനി ഇന്ത്യൻ ക്യാമ്പസസ് ആർ ദെയർ ആൻഡ് സോ മെനി UAE ക്യാമ്പസസ് ആർ ദെയർ. എന്നാലും സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്ന ഹെറിയറ്റ് വാട്ട് അല്ലെ മെർഡോക്ക് അതുപോലത്തെ ഫോറിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ്. ഈ ഒരു ക്വാളിഫിക്കേഷന് വേണ്ടി ഒരു ഫോറിൻ ഡിഗ്രി ഉണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി സാധ്യതയുണ്ട്, നല്ല ശമ്പളത്തിന് സാധ്യതയുണ്ട്. സോ ദിസ് ഇസ് എ ബേസിക് തിങ്. ഓക്കെ, അപ്പോൾ അതൊരു മൈൻഡ് സെറ്റ് മാത്രമല്ല. നോ, ഇറ്റ്സ് നോട്ട് എ മൈൻഡ് സെറ്റ്. ഇറ്റ് ഈസ് ഇന്റർനാഷണൽ റെക്കഗ്നൈസ്ഡ്. അപ്പം ഞാനും ഷെറിനും കൂടെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പോയി. എനിക്കൊരു ഇന്ത്യൻ ക്വാളിഫിക്കേഷൻ ആണ്, ഷെറിനൊരു ഫോറിൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ് പ്രിഫറൻസ് ഇസ് ഫോർ ഷെറിൻ. ഓക്കെ, സോ ദ സെയിം തിങ് അപ്ലൈസ് ടു എവ്രി വൺ. അത് എന്തുവായാലും, ഈവൻ ഇഫ് ഇറ്റ്സ് നഴ്സിംഗ്, ഈവൻ ഇഫ് ഇറ്റ്സ് മെഡിസിൻ, ഏതൊരു കരിയർ ആയാലും യു ഹാവ് എ ഫോറിൻ ഡിഗ്രി, അതിനൊരു വാല്യൂ കൂടുതലാണ്. ഓൾറൈറ്റ്. പക്ഷെ കൂടുതലും സ്റ്റുഡൻസ് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം US, UK, കാനഡ, ഓസ്ട്രേലിയ ഇത്രയും സ്ഥലങ്ങളിലാണ്. ബട്ട് വൈ ഓൺലി സോ മെനി പ്ലേസസ്? ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പോകാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും സ്ഥലങ്ങളിലാണ്. വേറെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ ഇതേ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. വൈ ഇസ് ദാറ്റ് സോ? ബേസിക്കായിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കുള്ള ഇൻട്രാക്ഷൻ ഇസ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആണ്. ഇപ്പം മെഡിസിൻ ആണെങ്കിൽ നോക്കുവാണെങ്കിൽ യൂറോപ്പ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ്. യൂറോപ്പിൽ വളരെ നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ചെക്ക് റിപ്പബ്ലിക്കിൽ, ലിത്വേനിയയിൽ, ഹംഗറിയിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡെബ്രിസിൻ ഇസ് 1000 years old. ആൻഡ് ദീസ് ആർ ദ ബെസ്റ്റ് ഫോർ മെഡിസിൻ. പക്ഷേ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജർമ്മനിയിൽ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ്. പക്ഷേ ഇവിടെ പോയി കഴിഞ്ഞാൽ ജർമ്മൻ പഠിക്കണം, സ്വീഡനിൽ പോയി കഴിഞ്ഞാൽ സ്വീഡിഷ് പഠിക്കണം. അങ്ങനെ ഈ കൺട്രീസിലൊക്കെ ഒരു എക്സ്റ്റേണൽ ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. ആൻഡ് അപ്പം നമ്മുടെ സ്റ്റുഡൻസിന് പോകാൻ എളുപ്പമാണ്. ദേ ഡോണ്ട് ഹാവ് ടു പാസ് എനി അതർ എക്സാം. അപ്പം ഇന്ത്യൻ സ്റ്റുഡൻസിന് എക്സാം എഴുതാൻ പെട്ടെന്ന് ടോഫെൽ ഓർ IELTS ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ക്വാളിഫയിങ് എക്സാം എഴുതാം, ഈ കൺട്രീസിലേക്ക് പോകാം. ആൻഡ് ഇംഗ്ലീഷ് ഇസ് ദിയർ മെയിൻ ലാംഗ്വേജ് സ്പോക്കൺ ഡെയർ. നമ്മുടെ നാട്ടിലാണെങ്കിലും ഒത്തിരി സ്കൂൾസിൽ, പിന്നെ ദുബായിലാണെങ്കിലും ഒത്തിരി സ്കൂൾസിൽ ഫ്രഞ്ച് ഇസ് ഓൾസോ ടോട്ട്. ഈ കൺട്രീസിലെല്ലാം ഫ്രഞ്ച് ഇസ് ഓൾസോ അക്സെപ്റ്റഡ്. സോ നമ്മുടെ സ്റ്റുഡൻസിന് ഈസിലി അത് ഒരു ആക്സസ് ഇസ് ഈസി. ബാക്കിയുള്ള കൺട്രീസിന് ആ ലാംഗ്വേജ്, ഓക്കെ, ഞാൻ ഏതൊരു യൂണിവേഴ്സിറ്റി പോയാലും എനിക്ക് ആ ലാംഗ്വേജും കൂടെ പഠിക്കണം എന്നുള്ളത് കൊണ്ട് ഒരു എക്സ്ട്രാ ബർഡൻ ആണ്. ആൻഡ് പേരൻസ് ഓൾസോ ഫീൽ എന്തിന് എൻ്റെ കുഞ്ഞ് അതും കൂടെ പഠിക്കണം. ദാറ്റ്സ് ഓൾ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഹയർ എഡ്യൂക്കേഷൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് അറിയാത്തതായിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു പ്രൊസീജിയറിൽ? സോ വാട്ട് എക്സാക്ട്ലി ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ദേ നീഡ് ടു ഡു if they want to go for higher education? ഹയർ എഡ്യൂക്കേഷനെ പറ്റി ചിന്തിക്കുന്ന ഏതൊരു കുട്ടി, ഒരു മാതാപിതാവ് ആദ്യം ചിന്തിക്കേണ്ടത് അതിൻ്റെ ഒരു പ്ലാനിങ്ങിനെ പറ്റിയാണ്. ബിക്കോസ് ഇത് നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങിക്കുന്ന പോലെ നമ്മളിപ്പോൾ ഡിസൈഡ് ചെയ്തു, ഓക്കെ എനിക്കൊരു പെയർ ഓഫ് ഷൂസ് വേണം, ഞാൻ പോകുന്നു, 4-5 ഷൂസ് കണ്ടു, എനിക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ആ ഒരു സെയിം പ്രോസസ് വിൽ നോട്ട് വർക്ക്. ഞാനൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം, അത് ഡിസൈഡ് ചെയ്യണം, അത് എനിക്കൊരു ബെസ്റ്റ് ഫിറ്റ് ആണോ, ഞാനവിടെ പോയാൽ എനിക്കിഷ്ടമുള്ള കോഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ പിന്നെ വരുന്ന ഫാക്ടേഴ്സാണ് കോസ്റ്റ്,
വാട്ട് ഈസ് എക്സ്റ്റേണൽ, ഞാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം, വേറെ എനിക്ക് താമസം, എനിക്ക് പോകാൻ വരാനുള്ള ചിലവ്, ദൂരം, ക്ലൈമറ്റ്, ഇതൊക്കെ വരുന്നുണ്ട് ഫാക്ടേഴ്സ്. അപ്പോൾ ഇതിനുള്ള ഒരു പ്ലാനിങ് അത്യാവശ്യമാണ്. സെക്കൻഡ് തിങ് അത് വരുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു നമ്മൾ കൂടുതൽ റിസർച്ച്, സ്റ്റുഡൻറ് സൈഡും പേരൻസ് സൈഡും. ഞാൻ ഇതിനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ റെഡി ആക്കണം ഞാനിതിന് പോകാൻ. ബിക്കോസ് ഇപ്പോൾ ഒരു UK യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ദേ വിൽ അക്സെപ്റ്റ് ഓൺലി സർട്ടൻ ക്വാളിഫിക്കേഷൻസ്. അപ്പം ഒരു ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളാണെങ്കിൽ A ലെവൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ A ലെവൽ എന്ന് പറയുന്നത് 13 years ഓഫ് സ്റ്റഡിയാണ്. അപ്പോൾ ഇവിടെ കൂടുതലും സ്കൂൾസിൽ 12 years ഓഫ് സ്റ്റഡി കഴിഞ്ഞാൽ നമുക്ക് മിനിസ്ട്രി സർട്ടിഫിക്കറ്റ് തരും. സോ ദാറ്റ് ഈസ് കോൾഡ് AS ലെവൽ. അപ്പം ഞാൻ AS ലെവൽ തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് ദുബായിൽ പഠിക്കാം, എനിക്ക് വേറെ അമേരിക്കയിൽ പോയി പഠിക്കാം, കാനഡയിൽ പോയി പഠിക്കാം. പക്ഷേ എനിക്ക് UK പോകണമെങ്കിൽ ഞാൻ year 13 കംപ്ലീറ്റ് ചെയ്തിരിക്കണം, A ലെവൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സോ ഞാൻ ഇന്ത്യയിൽ പോകാനാണെങ്കിലും ഐ ഹാവ് ടു കംപ്ലീറ്റ് A ലെവൽ. അപ്പോൾ ഇത് അറിയാത്ത ഒരു പേരൻ്റ് അല്ലെങ്കിൽ ഇത് അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ ദാറ്റ് പ്ലാനിങ് ഗോസ് അവേ ആൻഡ് ദേ ഹവ് ലോസ്റ്റ് എ ഇയർ. അപ്പം ദിസ് പ്ലാനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എന്താണ് പഠിച്ചിരിക്കേണ്ടത്, എന്താണ് എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ഫോർ അപ്ലൈയിങ്. തേർഡായിട്ട് ഞാൻ അറിഞ്ഞിരിക്കേണ്ടത് ദ കോസ്റ്റ് ഇൻവോൾവ്. ഓക്കെ, ഞാൻ എത്ര എമൗണ്ടാണ് ഞാനൊരു യൂണിവേഴ്സിറ്റി സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഞാൻ ആ കോസ്റ്റ് നികത്താൻ ഉദ്ദേശിക്കുന്നത്. ആം ഐ ഗോയിങ് ടു പേ ഇറ്റ് ഓൺ മൈ ഓൺ, ആം ഐ ഗോയിങ് ടു ടേക്ക് എ ലോൺ, അല്ലെങ്കിൽ എൻ്റെ പേരൻസ് ആണോ പേ ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും സ്പോൺസർഷിപ്പ് ഉണ്ടോ, ഏതെങ്കിലും കമ്പനീസ് എന്നെ സ്പോൺസർഷിപ്പ് ചെയ്യോ, സ്പോൺസർഷിപ്പ് തരുമോ. അങ്ങനെ ഇറ്റ് ഈസ് എ ബിഗ് പ്രോസസ് ഓഫ് സീയിങ് ദാറ്റ് ഹൗ ദ ഫൈനാൻസസ് ആർ മാനേജ്. ഈ ഫൈനാൻസസ് ഈ ഫോറിൻ യൂണിവേഴ്സിറ്റീസിനെല്ലാം നമ്മൾ നേരത്തെ കാണിക്കണം. നമ്മുടെ ബാങ്കിൽ നമ്മൾ കാണിക്കണം ഇത്ര എമൗണ്ട് ഫോർ ലൈക്ക് 28 days ഓർ മേ ബി 2 months. ആ ഒരു ടൈം പീരീഡ് നമ്മളത് കാണിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ വിസ, നമ്മുടെ അഡ്മിഷൻ റിക്വയർമെന്റ്സ് ഫുൾഫിൽ ആവുന്നുള്ളൂ. സോ ദിസ് ഇസ് സംതിങ് ദ പേരന്റ് ഹാസ് ടു ഡു. അപ്പം ചില യൂണിവേഴ്സിറ്റീസിന് ഇറ്റ് ക്യാൻ ബി ഷോൺ എസ് ലാൻഡ് ആൻഡ് മണി. ഫോർ സം യൂണിവേഴ്സിറ്റീസ് ആൻഡ് സം കൺട്രീസ് ഇറ്റ്സ് ഓൺലി മണി. അപ്പം ഇത്രയും എമൗണ്ട് നമ്മൾ ബാങ്കിൽ, ആൻഡ് ഇഫ് 28 days എന്ന് അവർ പറയുമ്പം ഇറ്റ് വിൽ ബി 28 working days. അപ്പം നമ്മൾ ഒരു വർക്കിംഗ് ഡേ മുന്നേ നമ്മൾ പൈസ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിത്ഡ്രോ ചെയ്താൽ, അത് ഈവൻ ഇപ്പം £1 അല്ലെങ്കിൽ $1 കുറവാണെങ്കിൽ പോലും ഇറ്റ് ക്യാൻ ഗെറ്റ് റിജക്റ്റഡ്. ഓക്കെ, സോ ഈ ഒരു പ്ലാനിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, then you need the help of a career counselor, or you need the help of a very well-known advisor or a teacher. Recommendation letters എഴുതണം, പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എൻട്രിക്കുള്ള ഒരു essay, ഇതൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഇതൊക്കെ ചെയ്ത് നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്ക് കറക്റ്റ് ഫിറ്റ് ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിന് വരുന്ന പരീക്ഷകൾ ക്വാളിഫൈ ചെയ്യണമല്ലോ, ദാറ്റ് ഈസ് IELTS, പിന്നെ TOEFL, അങ്ങനത്തെ ഒരുപാടുണ്ട്. എന്തൊക്കെയാണ് അതുകൾ? ഓക്കെ, ബേസിക്കലി ഒരു യൂണിവേഴ്സിറ്റി കോഴ്സിന് അങ്ങനെ ക്വാളിഫയിങ് എക്സാം എന്ന് പറയുന്നത് ഹൈസ്കൂൾ എക്സാം ആയിരിക്കും. സോ ഇപ്പം ഇന്ത്യൻ സിലബസ് സ്കൂൾസിലാണെങ്കിൽ ഒരു CBSE ക്വാളിഫിക്കേഷൻ എൻഡ് ഓഫ് year 12, അല്ലെങ്കിൽ എൻഡ് ഓഫ് year 12 ഇൻ ICSE സിലബസ്, അതാണ് ഇന്ത്യൻ ക്വാളിഫിക്കേഷൻസ് ഇവിടെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കേരള സിലബസ് ആയാലും എൻഡ് ഓഫ് year 12. ബ്രിട്ടീഷ് ക്വാളിഫിക്കേഷനിലാണെങ്കിൽ A ലെവൽസ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ AS ലെവൽ ക്വാളിഫിക്കേഷൻ US കാനഡ ആണെങ്കിൽ. ഇൻ കേസ് ഇറ്റ്സ് അമേരിക്കൻ ക്വാളിഫിക്കേഷൻ, അതും എൻഡ് ഓഫ് ഹൈസ്കൂൾ. അപ്പോൾ ഏതൊരു ക്വാളിഫിക്കേഷനും എൻഡ് ഓഫ് ഹൈസ്കൂൾ എക്സാം ആണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഒരു സ്കൂൾ മാത്രം കണ്ടക്ട് ചെയ്യുന്ന എക്സാം ആണെങ്കിൽ അതിന് യൂണിവേഴ്സിറ്റി പ്രിഫറൻസ് കൊടുക്കില്ല. ഒരു ബോർഡ്, ഓക്കെ, ഒന്നെങ്കിൽ നമ്മുടെ CBSE പോലൊരു ബോർഡ്, അല്ലെങ്കിൽ ICSE അല്ലെങ്കിൽ കേരള സിലബസ് ബോർഡ്, UK ആണെങ്കിൽ CIE ബോർഡ്, അങ്ങനെ ഏതെങ്കിലും ഒരു ബോർഡ് നടത്തുന്ന എക്സാമിനേഷൻ മാത്രമേ ഇവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. സെക്കൻഡ് ആയിട്ട് വരേണ്ടതെന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്കൊരു ഇംഗ്ലീഷ് ക്വാളിഫയിങ് എക്സാം വേണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഇവിടെ നമ്മൾ നോൺ സ്പീക്കിംഗ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് ഇവിടെ നിന്നാണെങ്കിൽ പോലും പ്ലസ് ഇപ്പം ചില യൂണിവേഴ്സിറ്റി പറയും, ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നിങ്ങൾ 4 years പഠിച്ചു കണ്ടിന്യൂസ് ആയിട്ട്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം വേണ്ട. പക്ഷേ ദാറ്റ് ഈസ് ഓൺലി ഫോർ ദാറ്റ് യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇപ്പം ലീഡ്സ് യൂണിവേഴ്സിറ്റി പറയാണ്, എനിക്ക് ഓക്കെ ഈ സ്റ്റുഡൻറ്റ് പഠിച്ചു A ലെവൽസ് ഇംഗ്ലീഷ് ആണ് പഠിച്ചേക്കുന്നത്, സോ ഐ ഡോണ്ട് നീഡ് എൻ ഇംഗ്ലീഷ് എക്സാം. പക്ഷേ ഫോർ അപ്ലൈയിങ് ടു ലീഡ്സ് യു ഹാവ് ടു ഗോ വയ ദി UK വിസ കൗണ്ടർ. വിസ ആൾക്കാർ പറയും, how will you prove that you know how to read, write and speak basic English? Okay, that IELTS exam വേണം. അപ്പം US-നോ അല്ലെങ്കിൽ കാനഡയ്ക്കാണെങ്കിൽ TOEFL എക്സാം. TOEFL is just American English and IELTS is British English. നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് കൂടുതലും പ്രിഫർ ചെയ്യുന്ന IELTS ആണ്, ബിക്കോസ് ഇറ്റ്സ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ഈ സ്കോർ 2 years വാലിഡിറ്റി ഉണ്ട്.
So you do the exam and this score is valid for 2 years and you can apply. അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം ഉണ്ട് പോകുന്നതിന് മുമ്പേ 2 years വാലിഡിറ്റി ഉള്ളതുകൊണ്ട്. 2 years വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം 12th കഴിഞ്ഞ് അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ 10th കഴിയുമ്പോൾ നമുക്ക് എക്സാം എഴുതാം. ആ സമ്മർ ബ്രേക്കിൽ എഴുതാം, അല്ലെങ്കിൽ 11th സമ്മർ ബ്രേക്കിൽ എഴുതാം. ഓക്കെ, അല്ല 12th കഴിയണം എന്നങ്ങനെ? No. ഈ IELTS എക്സാം എഴുതാൻ there is no age barrier. ഓക്കെ, ഈവൻ അത് വേറെ ഒരു നോർമൽ ആയിട്ടൊരു കാൻഡിഡേറ്റ്, ഇപ്പം നേഴ്സ്, ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റ് നഴ്സിംഗ് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സിന് പോകാനാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യാൻ പോകണം, they also have to do the IELTS. Alright. Okay. It's a visa requirement. Okay. പിന്നെ വരുന്നൊരു വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എങ്ങനെ ഞാൻ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നത്? കാരണം നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിൽ ബ്രൗസ് ചെയ്യുമ്പം ഒരുപാട് എന്താ പറയുക, ഒത്തിരി യൂണിവേഴ്സിറ്റീസ് കോളേജൊക്കെ നമുക്കിങ്ങനെ വരും. പക്ഷേ ഇതിൻ്റെ ഒരു ഒത്തൻറ്റിസിറ്റി, ഇത് റിയൽ ആണോ, എനിക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണോ, അല്ലെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു വാലിഡ് സർട്ടിഫിക്കറ്റ് കിട്ടുമോ, അതൊക്കെ എങ്ങനെയാണ് നമ്മളൊന്ന് അഷ്വർ ചെയ്യുന്നത്? ഓക്കെ, അതിനൊരു ബേസിക് നമ്മളൊരു ടൈം ലൈൻ ഉണ്ടാക്കണം. നമ്മുടെ ഒരു പ്ലാനിങ്ങിനകത്ത് ആ ഒരു ടൈം ലൈൻ, നമ്മൾ എന്തൊക്കെയാണ് സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടത്, ഞാൻ ഏത് യൂണിവേഴ്സിറ്റിയിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ഒരു കരിയർ ചോയ്സ് ഏതാണ്, എൻ്റെ ഡിസൈഡ് സബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ എനിക്കിഷ്ടമുള്ളത്. ഓക്കെ, അപ്പം ഒരു വാസ്റ്റ് ഫീൽഡ് ആയിരിക്കും. ചിലപ്പം ഐ ലൈക്ക് മാത്ത് അല്ലെങ്കിൽ ഐ ലൈക്ക് ബയോളജി. അപ്പം മാത്തിൽ എനിക്ക് ഇഷ്ടം പോലെ കരിയേഴ്സ് ചെയ്യാം. ആക്ച്വറൽ സയൻസ് ഉണ്ട്, അല്ലെ അക്കൗണ്ട്സ്, ആ രീതിയിലേക്ക് പോകാം, ഫൈനാൻസിലേക്ക് പോകാം, അങ്ങനെ, അല്ലെങ്കിൽ ടീച്ചിങ് മാത്ത്, അങ്ങനെ, അല്ലെ മാത്ത് റിസർച്ച്, സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ ഇഷ്ടം പോലെ. സെയിം വേ ഇഫ് യു ടേക്ക് ബയോളജി, അതിൽ സോ മെനി അതെ. അപ്പം എന്താണ് എനിക്ക് ഇഷ്ടമുള്ളത്, വാട്ട് വുഡ് ഐ ലൈക്ക് ടു ഡു. അപ്പോൾ ദാറ്റ് ഇസ് സംതിങ് വേ ഒരു ഹൈലി റിസർച്ച് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അത് പേരൻറ്റും ചൈൽഡും കൂടെ നല്ലതായിട്ട് ഡിസ്കസ് ചെയ്ത്, ബിക്കോസ് യൂഷ്വലി നമ്മൾ കാണുന്നത് എന്താ, പേരൻറ്റ് ആസ്പിറേഷൻ ഇസ് ഡിഫറെൻറ്റ്, ചൈൽഡ് ആസ്പിറേഷൻ ഇസ് ഡിഫറെൻറ്റ്. അപ്പം ചൈൽഡ് ചിലപ്പം ഐ വോണ്ട് ടു ബി എ മ്യൂസിഷ്യൻ, ഐ വോണ്ട് ടു ബി എ ഫിലിം മേക്കർ, അതാണ് ഐ വോണ്ട് ടു ബി ഇൻ എ തിയേറ്റർ, ഐ വോണ്ട് ടു ബി ഇൻ പെർഫോമിംഗ് ആർട്സ്. പക്ഷേ പേരൻസ് പറയുന്നത് മെഡിസിൻ, എഞ്ചിനീയറിംഗ്, ബിക്കോസ് അവരുടെ തോട്ടിൽ എന്താണ്, ദിസ് ഇസ് എ സേഫ് കരിയർ. ഈ കരിയർ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഷുവർ ടു ഗെറ്റ് എ ജോബ്. ആസ് ലോങ് ആസ് നമ്മൾ പീപ്പിൾ ഉണ്ട്, there'll always be engineers, there'll always be doctors, there'll always be nurses. അപ്പം they know ഇതൊരു ഷുവർ കരിയർ ആണ്, അവർക്കൊരു ജോബ് സെക്യൂരിറ്റി ഉണ്ട്. അപ്പം നമ്മുടെ ഒരു കരിയർ ചോയ്സ്, നമ്മുടെ സബ്ജക്ട് ചോയ്സ്, അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ വരുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പം ദേ ക്യാൻ ഡു സൈക്കോമെട്രിക് അനാലിസിസ്. ഓക്കെ, അപ്പോൾ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കരിയർ ആപ്റ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നതാണ്. സോ യൂഷ്വലി കോൾഡ് മാപ്പ് ടെസ്റ്റ്, മോട്ടിവേഷൻ, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് പേഴ്സണാലിറ്റി. ഇത് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം സിമ്പിൾ ക്വസ്റ്റ്യൻസ്, എന്താണ് നമ്മുടെ ഏത് ഫീൽഡിലേക്കാണ് നമുക്ക് താല്പര്യം. ഇപ്പോൾ എനിക്ക് ബയോളജി ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ബ്ലഡ് ഇഷ്ടമല്ല, സോ ദെൻ ഐ കനോട്ട് ബി എ ഡോക്ടർ. എനിക്ക് ബയോളജി ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് കുഞ്ഞു പിള്ളേരെ എടുക്കാൻ ഇഷ്ടമല്ല, സോ നോ പീഡിയാട്രിഷ്യൻ, നോ ഡോക്ടർ ഫീൽഡ് ഫോർ മീ. അപ്പോൾ അങ്ങനെ, അല്ലെ ഐ കനോട്ട് ബി എ ടീച്ചർ. അങ്ങനെ നമ്മുടെ ഒരു മോട്ടിവേഷൻ, എന്താണ് നമ്മുടെ ഒരു ട്രേറ്റ്സ്, ബേസിക് ട്രേറ്റ്സ്, നമുക്ക് എന്തിലേക്കാണ് കൂടുതൽ ഇഷ്ടം, നമ്മുടെ ഒരു സൈക്കോളജിക്കൽ, ബേസിക്കലി സിമ്പിൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ലൈക്ക് വാസിറ്റി കണക്ഷൻസ്, അങ്ങനെയൊക്കെയുള്ള ചില സ്ഥാപനങ്ങൾ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ചിലത് സ്കൂളിലേക്ക് ഡയറക്റ്റ്ലി ചെയ്യുന്നുണ്ട്, ചിലത് അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ ദെൻ ഡൂയിങ് ദ ടെസ്റ്റ് വിൽ ഹെൽപ്പ് us ലൈക്ക്, ഓക്കെ, നമ്മുടെ ഏതാണ് നമ്മുടെ ഫീൽഡ്സ്. അവരൊരിക്കലും പറയില്ല ഓക്കെ യു ബി എ ഡോക്ടർ, വിൽ സേ ദാറ്റ് യു ആർ ഗുഡ് ഇൻ ബയോ, യു ആർ ഗുഡ് ഇൻ ഹെൽത്ത് സയൻസസ്, അങ്ങനെ ഇറ്റ്സ് എ ബ്രോഡ് ഫീൽഡ്. പിന്നെ നമ്മൾ ചൂസ് ചെയ്യണം വാട്ട് ഇസ് ഇറ്റ് എനിക്ക് സ്പെസിഫിക് ആയിട്ട് വേണ്ടത്. വൺസ് അത് നാരോ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നമുക്ക് പഠിക്കാം. അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യുന്നത് എഗെയിൻ എങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഐ വോണ്ട് ടു ബി എ ഡോക്ടർ, ഓക്കെ, ഇന്ത്യയിലാണെങ്കിൽ 5 year കോഴ്സ്, പിന്നെ ഹൗസ് സർജൻസി എക്സെട്ര, ഇന്റേൺഷിപ്പ് എക്സെട്ര. ഓക്കെ, ഇപ്പം ഇഫ് UK ആണെങ്കിൽ 4 year or a 5 year കോഴ്സ് കഴിഞ്ഞു, ഇന്റേൺഷിപ്പ്, എക്സാം, ക്വാളിഫൈഡ്. US ഫസ്റ്റ് 4 year എനി ബാച്ചിലർ പ്രോഗ്രാം ഇൻ ബയോളജി, പിന്നെ become a registered person, and then registered ആവണമെങ്കിൽ you have to do internship. അതിനകത്ത് ഞാൻ സെലക്ട് ആയാൽ then I do a bachelor in medicine, not even a master program, it's a bachelor. So it's a lengthy procedure. 8 to 12 years down the drain, you can say. Only for education. Once അത് കഴിഞ്ഞു, പിന്നെ ഞാൻ തിരിച്ചു ദുബായ് വരുന്നു, പിന്നെ MOH അല്ലെങ്കിൽ DOHന്റെ എക്സാം എഴുതുക, പിന്നെ ഞാൻ ഇവിടെ ക്വാളിഫൈ ചെയ്യാം. സോ പീപ്പിൾ പ്രിഫർ അപ്പം UK, അല്ലെങ്കിൽ ഞാൻ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ, ഓർ നൗ ദ മോസ്റ്റ് ഫേമസ് നൗ ചൈന, പോയി പെട്ടെന്ന് ചെയ്യുക, തീരുക, 5 years കഴിയുക, തിരിച്ചു വരിക, എക്സാം എഴുതുക, ഐ എം ക്വാളിഫൈഡ് ടു ബി എ ഡോക്ടർ. പക്ഷേ ചൈനയിൽ ഇങ്ങനത്തെ എന്താ പറയുക ലാംഗ്വേജ് പ്രോബ്ലം, അങ്ങനത്തെ ഒരു പ്രോബ്ലം ചൈനയിലും എല്ലാ യൂണിവേഴ്സിറ്റീസ് ടീച്ച് ഇൻ ഇംഗ്ലീഷ്. ആൻഡ് ചൈന ഇപ്പം നമുക്ക് ഫേമസ് ആയിട്ട് വരുന്നത് ഇസ് ഫോർ മെഡിസിൻ പ്രോഗ്രാം. ദ റീസൺ ബീങ് ഓഫ് ദ പോപ്പുലേഷൻ. അപ്പം ആൾക്കാർ, ദർ ഇസ് എ ലോട്ട് ഓഫ് കേസസ് ഫോർ ദം ടു സ്റ്റഡി. ഒരു മെഡിസിൻ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടത് ആ ഒരു ലൈഫ് കേസസ്, ദ എബിലിറ്റി ടു ഒരു ഡയഗ്നോസ് ചെയ്യാൻ. അപ്പം ഇൻ ഇന്ത്യ ആൻഡ് ചൈന ദാറ്റ് ഇസ് എ ബെനിഫിറ്റ്.
പണ്ട് റഷ്യയും ഭയങ്കര ഫേമസ് ആയിരുന്നു മെഡിസിന്, ബട്ട് നൗ റഷ്യ ഇസ് റെഡ്യൂസ് ബിക്കോസ് ഓഫ് ദ ക്ലൈമറ്റ്. ആൻഡ് പക്ഷേ ചൈന ദ ക്ലൈമറ്റ് ഇസ് ഗുഡ്, ഇറ്റ്സ് ക്ലോസർ ടു ഹോം, നമുക്ക് പെട്ടെന്ന് പോയി വരാം, ആൻഡ് ഇറ്റ്സ് വെരി സേഫ് ഓൾസോ. ഓക്കെ, വേറൊരു കാര്യം, ഫീ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏതൊരു ഹയർ സ്റ്റഡി പ്രോഗ്രാം വരുമ്പോഴും പേരൻസിൻ്റെ ഏറ്റവും വലിയ കൺസേൺ ആണ് ഫീ സ്ട്രക്ചർ. വിൽ ഐ ബി ഏബിൾ ടു അഫോർഡ് മൈ കിഡ്സ് എഡ്യൂക്കേഷൻ? അങ്ങനെ പറ്റാത്തവർക്ക് വാട്ട് ആർ ദി ഓപ്ഷൻസ്? സ്കോളർഷിപ്പ് ആണോ, ലോൺ ആണോ, അതൊക്കെ എങ്ങനെ പോസിബിൾ ആണ്? ഓക്കെ, അതായിരുന്നു എൻ്റെ ഒരു തേർഡ് ക്രൈറ്റീരിയ, ഫീസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ യൂണിവേഴ്സിറ്റിയിലെ ഫീസ് എനിക്ക് സൂട്ടബിൾ ആണോ. ഓക്കെ, അപ്പം അതും വെബ്സൈറ്റിൽ മോസ്റ്റ് ഓഫ് ദി വെബ്സൈറ്റ്സ്, ഇപ്പോൾ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കാണും അവരുടെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് എത്രയാണ് ഫീസ്, അവരുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് എത്രയാണ് ഫീസ്. സോ ആ ഫീസ് ഇപ്പം അതൊരു ഫീസിന് ഒരു നമുക്കൊരു ബ്ലൈൻഡ് ആയിട്ടൊരു ബ്രാക്കറ്റ് ഇടാൻ പറ്റത്തില്ല. ബിക്കോസ് ഇൻ US itself there are more than 4,500 universities. സോ നമുക്കൊരു റേഞ്ച് ആണ്. There are very high, Ivy League universities ഒക്കെ വെരി ഹൈ ഫീസ് ഉള്ളതാണ്, ആൻഡ് സം ആർ വെരി ലോ. ഓക്കെ, നമ്മുടെ ഒരു സ്കൂൾ ഫീസിൻ്റെ റേഞ്ചിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് വരെ ഉണ്ട്. പിന്നെ there are community colleges which is very very affordable. അപ്പോൾ കമ്മ്യൂണിറ്റി കോളേജിൽ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ചെയ്തിട്ട് യു ക്യാൻ ഈസിലി ദെൻ മൂവ് ഓൺ ടു എ നോർമൽ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരു ഡിഗ്രി കോളേജ് പഠിച്ചിട്ട് പിന്നെ നമ്മളൊരു പ്രൊഫഷണൽ കോളേജിലേക്ക് മാറുന്നത് പോലെ. ദാറ്റ് ഈസ് വെരി ഈസി ആക്ച്വലി ഇൻ US ആൻഡ് കാനഡ. അപ്പം അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റീസിൽ അവിടെ ഒരു ലോവർ ബ്രാക്കറ്റ് ഓഫ് ഫീസാണ് വരുന്നത്. സോ പീപ്പിൾ ക്യാൻ തിങ്ക് അബൌട്ട് ദാറ്റ്. ഇപ്പോൾ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ this is a better way. Second is that loans. അപ്പോൾ എല്ലാ ബാങ്ക്സിലും എഡ്യൂക്കേഷൻ ലോൺസ് ഉണ്ട്. ഇന്ത്യയിലാണെങ്കിൽ പോലും സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാംസിന് വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ ലോൺസ് ഉണ്ട്. ഇപ്പം കമ്പനീസ് ലൈക്ക് സാന്റ മോണിക്ക, കൊച്ചി ബേസ്ഡ് കമ്പനിയാണ്. ദേ ഹാവ് ഫ്രാഞ്ചൈസീസ്, 25 ഫ്രാഞ്ചൈസീസ് അറൌണ്ട് ഇന്ത്യ. They have a franchisee in Dubai also. They specifically help to make arrangements with bank. എങ്ങനെ ലോൺ എടുക്കാനും എങ്ങനെയാണ് ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, വിസ പ്രോസസ്സിങ്ങിന് അതിനുള്ള ഫീസ്, ഇതെല്ലാം ദേ ഹെൽപ്പ്. അപ്പോൾ വൺസ് ദാറ്റ് ഇസ് ഡൺ, നമ്മൾ ഓക്കെ ഇത്ര എമൗണ്ട് നമ്മൾ ബാങ്കിൽ കാണിക്കണം. സോ അലോങ് വിത്ത് ദ ബാങ്ക് ദർ ഇസ് എ അഗ്രിമെന്റ് ആൻഡ് ലോൺ എമൗണ്ട് ഇസ് പാസ് ടു us. പിന്നെ ഈ ലോൺ പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എങ്ങനെയാണ് നമ്മൾ പേ ബാക്ക്, എങ്ങനെയാണ് ഇത് സ്റ്റുഡൻ്റ് ആണോ പേ ബാക്ക് ചെയ്യുന്നത് അതോ പേരൻ്റ് ആണോ പേ ബാക്ക് ചെയ്യുന്നത്, വി ക്യാൻ ചൂസ്. ആ ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ എല്ലായിടത്തും യൂണിവേഴ്സിറ്റീസിൽ ഇപ്പം സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാം. And depending on the university regulations and the countryയുടെ regulations, വിസയിൽ അതിലുണ്ടാവും അല്ലെ 40 hours അല്ലെ 20 hours. Depending on that, students can work. Many of the students work. അപ്പം ഇവിടെ ചിലപ്പം സ്റ്റുഡൻസിന് ആ ഒരു ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ ഇൻ UAE ദേ ആർ നോട്ട് അലൗഡ് ടു വർക്ക്. എന്നാൽ പോലും ഇന്റേൺഷിപ്പ് അല്ലെ വോളണ്ടിയറിംഗ് ഓപ്പർച്യൂണിറ്റീസ് വന്ന് സ്റ്റുഡൻസ് പോകുന്നുണ്ട്. പക്ഷെ അബ്രോഡിൽ ഇറ്റ്സ് എ പെയ്ഡ് തിങ്. സോ എന്താ പറയുന്നത്, ഒരു വലിയൊരു ബർഡന്റെ ഒരു ചെറിയ പാർട്ട് യു ക്യാൻ ഓൾറെഡി സ്റ്റാർട്ട് പേയിങ് ബാക്ക് അല്ലേ ബൈ ഡൂയിങ് ഓൾ ദിസ്. പിന്നെ സ്കോളർഷിപ്സ്, ഇഫ് യു ആർ ഗോയിങ് ടു എനി US ബേസ്ഡ് യൂണിവേഴ്സിറ്റി അവിടെ എപ്പോഴും ഒരു സ്കോളർഷിപ്പിന്റെ ചാൻസ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് അക്കാഡമിക് സ്കോളർഷിപ്പ്. അതാണ് ഏറ്റവും ഈസി ഇന്ത്യൻ സ്റ്റുഡൻസിന് കിട്ടാനുള്ളത്. ബിക്കോസ് ആ ഒരു ഹൈ ഗ്രേഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഡീൻസ് ലിസ്റ്റിലോ അല്ലെങ്കിൽ ക്ലാസ് ഹോണർ ലിസ്റ്റിലോ വന്നു കഴിഞ്ഞാൽ അബൌവ് 3.4 GPA, ഔട്ട് ഓഫ് 4 3.4. അപ്പോൾ അത് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ യു ഗെറ്റ് ഓട്ടോമാറ്റിക്കലി an academic scholarship in most of the universities. പിന്നുള്ള സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ എയ്ഡ്. അപ്പോൾ ഇതും US വളരെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ്. ബിക്കോസ് സ്റ്റുഡൻസ് ഹു കനോട്ട് പേ ഫോർ എന്ത് റീസൺ ആയാലും, പേരൻസ് ഇല്ല, വൺ പേരൻറ്റ് മിസ് അല്ലെങ്കിൽ ഫ്രം ബ്രോക്കൺ ഫാമിലീസ്, ഡിവോഴ്സ്ഡ് ഫാമിലീസ്, ദെൻ അവർക്ക് പറ്റുന്നില്ല, ബട്ട് ദേ ആർ അക്കാഡമിക്കലി സൗണ്ട് സ്റ്റുഡൻറ്റ്, വെരി ഹൈ എന്നല്ല, അക്കാഡമിക്കലി ആവറേജ് സ്റ്റുഡൻറ്റ്, അപ്പം ദേ കൻ അപ്ലൈ ഫോർ ഫൈനാൻഷ്യൽ എയ്ഡ്. പക്ഷേ ഒരു എക്സ്പാറ്റ് സ്റ്റുഡൻറ്റിന് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും ഫൈനാൻഷ്യൽ എയ്ഡ് ചെയ്യാം. പിന്നെ ഇപ്പം ഒരു നേപ്പാൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ because of the earthquake, because of all those, ആ ഒരു അങ്ങനെ ഒരു കണ്ടീഷനിൽ if they apply for financial aid, they will get it approved. അപ്പോൾ അങ്ങനത്തെ ഒരു കേസസിലും ഒക്കെ the university is ready to support. പിന്നെ സ്പോർട്സ് സ്കോളർഷിപ്പ് അങ്ങനെയൊക്കെയുള്ള ഡിഫറെൻറ്റ് സ്കോളർഷിപ്സ് ഉണ്ട്. സയൻസ് സ്കോളർഷിപ്പ്. പിന്നെ ദർ ആർ ഫ്യൂ യൂണിവേഴ്സിറ്റീസ് ഇങ്ങനെ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ ക്രിസ്ത്യൻ സ്റ്റുഡൻസിന്, ഒരു കാത്തലിക് സ്റ്റുഡൻറ്റിന് ഒരു സ്പെഷ്യൽ സ്കോളർഷിപ്പ്, അങ്ങനെയൊക്കെയുള്ള സ്കോളർഷിപ്സും US-ലുണ്ട്. UK സ്കോളർഷിപ്സ് ഉണ്ട്, പക്ഷേ ദേ ആർ ലെസ് ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. കൂടുതലും UK നാഷണൽസിനും പിന്നെ യൂറോപ്യൻ യൂണിയൻ നാഷണൽസിനുമാണ്. ഓക്കെ, അപ്പം നമുക്ക് പ്രിഫറൻസ് കുറവാണ് UK സ്കോളർഷിപ്പിൽ. How about Australia and all those places? Australia is also the same, like US. Canada is also like US. Canada is also like US. Financial aid, academic scholarship. ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റിനെ നോക്കുമ്പോൾ എപ്പോഴും അക്കാഡമിക് സ്കോളർഷിപ്പ് ആണ് അവർക്ക് ഏറ്റവും എളുപ്പം കിട്ടാൻ. ബിക്കോസ് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഇഫ് ദേ സ്റ്റഡി എ ലിറ്റിൽ മോർ ഹാർഡർ,
it's easy for them to make it onto the academic scholarship. ഓക്കെ, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അബ്രോഡ് പോയി പഠിക്കുന്ന ടേക്കപ്പ് ചെയ്യുന്ന കോഴ്സസ് ഏതൊക്കെയാണ്? As of now, ഇപ്പോഴും ഇറ്റ്സ് എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിസിൻ. അതല്ലാതെ വരുന്നത് ഇസ് ബയോളജി റിലേറ്റഡ് കോഴ്സസ്. ഓക്കെ, ബിക്കോസ് റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഡ്രൈ ആയിട്ടൊരു ഫീൽഡാണ് നമുക്ക് ദുബായിൽ ഫോർ റിസർച്ച്. സോ എനി ബയോളജി റിലേറ്റഡ് റിസർച്ച് അല്ലെങ്കിൽ ക്യാൻസർ റിസർച്ച്, ഓൺകോളജി, ഇങ്ങനത്തെ ഒക്കെ എല്ലാ റിസർച്ച് ബേസ്ഡ് ടോപ്പിക്സ് പീപ്പിൾ ഗോ അബ്രോഡ്. പിന്നെ വരുന്ന കോഴ്സസ് എന്ന് പറയുന്നത് ഓൾ നാനോ ടെക്നോളജി, ഫിസിക്സ് ബേസ്ഡ്, ആസ്ട്രോഫിസിക്സ്, astronaut ആവണോ, നാസെ പോണോ, യെസ് ഇറ്റ്സ് US. അപ്പം പീപ്പിൾ ദേ ഹാവ് ദറ്റ്. ഓക്കെ, ഇതൊക്കെ ഇങ്ങനത്തെ ഹയർ ലെവൽ കോഴ്സസ് ആൻഡ് ഓൾ ആ റിസർച്ച് ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ടിങ് ആണ്. സോ യൂണിവേഴ്സിറ്റീസ് ആർ ഏബിൾ ടു ഗിവ് ഇറ്റ് ടു ദ സ്റ്റുഡൻസ് ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് ക്വാളിഫൈഡ് പീപ്പിൾ ദർ ഹു ആർ മോസ്റ്റ്ലി ഇന്ത്യൻസ്. അപ്പം നമ്മുടെ സ്റ്റുഡൻസിന് പ്രിഫർ ചെയ്യാം വർക്ക് ചെയ്യാൻ. ഓക്കെ, ഒരു ഇന്ത്യൻ ഗൈഡിൻ്റെ അടിയിലായിരിക്കും ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ എൻ്റെ PhD ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലും ഐ ഹാവ് എൻ ഇന്ത്യൻ ഗൈഡ്, സോ ഇറ്റ്സ് ഈസിയർ ഫോർ മീ ടു gel with them. അപ്പോൾ ആ ഒരു ഇതുള്ളതുകൊണ്ട് റിസർച്ച് ബേസ്ഡ് സബ്ജക്ട്സ് ആർ ഓൾവേസ് പ്രിഫേർഡ്. എഞ്ചിനീയറിംഗ് പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദ ടെക്നോളജി. You get to learn a lot more than you would learn in India or any other country here. Ma'am, thank you so much. ഒത്തിരി ഡീറ്റെയിൽസ് നമ്മുടെ ടോപ്പിക്കിനെ പറ്റി മാം പറഞ്ഞു. ഒരുപാട് പേരൻസിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ക്വയറി മനസ്സിലുണ്ടായിരുന്നത് ആരോട് ചോദിക്കണം, എങ്ങനെ ഇതിനൊരു ആൻസർ കിട്ടുമെന്ന് ഉള്ള ക്വയറിക്ക് മാം ഉത്തരം തന്നിരിക്കുകയാണ്. മാം, നമുക്ക് കുറേ നമ്മുടെ വ്യൂവേഴ്സ് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. 2 മെയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. വളരെ വാലിഡായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഷബ്ന ഷാർജയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈ കൾച്ചറൽ ഡിഫറൻസ് അതൊരു വലിയ പ്രോബ്ലം ആയിരിക്കുമോ? കാരണം ഷബ്നയുടെ മകളെ US ഹയർ സ്റ്റഡീസിന് വിടാൻ അവർക്ക് താല്പര്യമുണ്ട്. ഇപ്പം 11th ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ ചെല്ലുമ്പോൾ, കാരണം ഒബ്വിയസ്ലി മുസ്ലിം ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവരുടെ പ്രെയർ പാറ്റേൺ, അല്ലെങ്കിൽ അങ്ങനത്തെ ഹലാൽ ഫുഡ്, ഹിജബ് ഇടാൻ പറ്റുമോ, അങ്ങനത്തെ ഒരുപാട് കൺസേൺസ് ഉണ്ട്. എന്താണ് അതിനൊരു? അത് യൂണിവേഴ്സിറ്റി അവർ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു സെലക്ഷൻ പ്രോസസ്സിൽ തന്നെ അതൊരു നമുക്ക് സിംഗിൾ ഔട്ട് ചെയ്യാം. ഓക്കെ, ഈ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് അതിൻ്റെ പോളിസീസ്. മോസ്റ്റ് US and UK യൂണിവേഴ്സിറ്റീസിൽ അങ്ങനെ ഹിജബ് ഇടുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല, അൺലെസ് ഇറ്റ്സ് കവറിങ് ദ ഫേസ്. ഓക്കെ, അപ്പോൾ ഹെഡ് വെയിൽ മാത്രമാണെങ്കിൽ, ഒരു സ്കാർഫ് മാത്രമാണെങ്കിൽ ദേ ഹാവ് നോ പ്രോബ്ലം. ഈവൻ ഫുൾ അബായ ഇസ് പെർമിറ്റഡ്. ഈ ഫേസ് മാത്രം കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫേസ് കവർ ചെയ്യാൻ ഒരു യൂണിവേഴ്സിറ്റിയിലും സമ്മതിക്കാറില്ല, ബിക്കോസ് ഇറ്റ്സ് എ സെക്യൂരിറ്റി പ്രൊസീജിയർ. അപ്പം ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിലും അത് സമ്മതിക്കാറില്ല. പിന്നെ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ എയർപോർട്ടിൽ കാണുന്ന പോലെ സെക്യൂരിറ്റി സെൻസർ ഉണ്ട്. സോ ദേ ഡോണ്ട് നീഡ് ടു ബി ഹാവിങ് എനി അതർ ചെക്കപ്പ്. സോ അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഹലാൽ ഫുഡ് ഇസ് അവൈലബിൾ ഇൻ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, അപ്പോൾ മുസ്ലിം സ്റ്റുഡൻസ് കൂടുതൽ പോപ്പുലേഷൻ ഉള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പം കാനഡയിലെ ചില യൂണിവേഴ്സിറ്റീസ്, അല്ല US-ലെ ചില യൂണിവേഴ്സിറ്റീസ്. ഇപ്പോൾ ഒരു മോസ്കിന് ചുറ്റും അടുത്തുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലായിരിക്കും. സോ അങ്ങനെ ഒരു ലൊക്കേഷൻ പ്രോക്സിമിറ്റി നോക്കി നമ്മൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുവാണെങ്കിൽ ദേ ഷുവർ ടു ഗെറ്റ് ഹലാൽ ഫുഡ്. പിന്നെ ചില യൂണിവേഴ്സിറ്റി ആണ്, ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ there is chances, very less chances of having halal food there. അവിടെ സ്റ്റുഡൻസും ഇന്റർനാഷണൽ സ്റ്റുഡൻസും മുസ്ലിം സ്റ്റുഡൻസും കുറവായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ റമദാൻ്റെ ടൈമിങ്സ് അങ്ങനെ ഇവർക്ക് പെർമിസിബിൾ ആണോ? എന്താ പറയുന്നത്, ഫുഡ് അങ്ങനത്തെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അത് ഫാസ്റ്റിംഗ് ഇസ് ടോട്ടലി അപ് ടു ദം. ഓക്കെ, അപ്പം അവേഴ്സ് വിൽ ബി ലോങ്ങർ. അപ്പോൾ അവർക്ക് ഡേ ലോങ്ങർ ആയിരിക്കും, അല്ല ചിലപ്പോൾ വിൻ്റർ ലോങ്ങർ ആയിരിക്കും. ഇപ്പം ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് ഇറ്റ്സ് അപ് ടു ദം. പിന്നെ ഫാസ്റ്റിങ്ങിൽ ഇപ്പം നമുക്കൊരു UAE-ൽ കിട്ടുന്ന പോലത്തെ ഒരു എൻവയറമെൻറ്റ് കിട്ടത്തില്ല. അവിടെ തൊട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ ബർഗർ കഴിക്കുമായിരിക്കും, തൊട്ടിപ്പുറത്തിരിക്കുന്ന ആൾ സ്മോക്ക് ചെയ്യും, ചിലപ്പം ഡ്രിങ്ക് ചെയ്യും. യു ഹാവ് നോ ചോയ്സ്. ട്രെയിനിൽ അത് പെർമിസിബിൾ ആണ്. സോ പീപ്പിൾ ഓൺ ട്രെയിൻ ഓൾസോ വിൽ ഡു ദാറ്റ്. സോ നമ്മുടെ ഫാസ്റ്റിംഗ് ഇറ്റ്സ് സംതിങ് വിച്ച് ഓൺലി ഐ ക്യാൻ ഡു ആൻഡ് ഐ ഹാവ് ടു ഡു ഇറ്റ് എന്നൊരു കോൺസെപ്റ്റിൽ നമ്മൾ ചെയ്യണം. നോ വൺ വിൽ സേ നോ ടു ഇറ്റ്. ആരും പെർമിറ്റ് ചെയ്യത്തില്ല എന്ന് പറയുന്നില്ല. യു ക്യാൻ ഹാവ് യുവർ ഓൺ ഫുഡ്, യു ക്യാൻ കുക്ക് യുവർ ഓൺ ഫുഡ്. അത് പ്രശ്നമില്ല. പക്ഷേ യു കനോട്ട് വേറൊരാൾ കഴിക്കരുത് എന്ന് പറയാനുള്ള പെർമിഷൻ നമുക്കില്ല. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ US-ലെ കാര്യമാണ് പറഞ്ഞത്, അതുപോലെ തന്നെയാണോ UK-ലും? എനി ഓഫ് ദ കൺട്രീസ്. ഇപ്പോൾ അയർലൻഡ് ഒക്കെ ആണെങ്കിലും എവിടെ ആയാലും ഫാസ്റ്റിംഗ് ഈസ് ടോട്ടലി അപ് ടു യു. ഓക്കെ, ഒരു മുസ്ലിം കൺട്രി ആണെങ്കിൽ മാത്രമേ. ഇപ്പോൾ മലേഷ്യയിലാണെങ്കിൽ ഓക്കെ, ദർ ആർ ലോട്ട് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഇൻ മലേഷ്യ. ഇപ്പോൾ ഒത്തിരി സ്റ്റുഡൻസ് പോകുന്നുണ്ട്. ദെൻ ഓക്കെ, അവരൊരു പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് റംസാൻ ടൈമിൽ. റംസാൻ ടൈമിങ്സ് കുറവായിരിക്കും. പക്ഷേ ബാക്കി ഈ ഒരു സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ റംസാൻ ടൈമിങ്സ് ദേ മൈറ്റ് ബി ലോങ്ങർ ആക്ച്വലി. ഓക്കെ, നമ്മുടെ ഡിപ്പെൻഡിങ് ഓൺ ദ ഡേ നൈറ്റ് ടൈം മൈറ്റ് ബി ലോങ്ങർ ആൻഡ് യു മൈറ്റ് ഹാവ് ടു വർക്ക് ലൈക്ക് ഹൗ എനി അതർ പേഴ്സൺ വർക്ക്സ്, എനി അതർ സ്റ്റുഡൻറ്റ് വർക്ക്സ്. ഇപ്പോൾ റിസർച്ച് ലാബിൽ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ യു ഹാവ് ടു ബി ദെയർ. അപ്പം പ്രെയറിൻ്റെ ഒരു 5 minutes അല്ലെങ്കിൽ 10 minutes അവർക്ക്
പോയിട്ട് they are expected to be back. Okay, അല്ലാതെ കൺസെഷൻ ഒന്നും അവിടെ No, ടൈമിംഗ് കൺസെഷൻ അങ്ങനത്തെ ഒന്നും കാണത്തില്ല. പ്രയറിന് ഇപ്പം എൻ്റെ ഗൈഡ് അലൗ ചെയ്തെങ്കിൽ എനിക്ക് 2 മണിക്കൂറോ അല്ലെ 1 മണിക്കൂർ പ്രയറിന് പോയിട്ട് തിരിച്ചു വരാം. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഡെഫിനറ്റ് ആയിട്ടും ഷബ്നയുടെ ഒരു ക്വയറിക്ക് മാം ആൻസർ തന്നിരിക്കുകയാണ്. മാം നമുക്കൊരു നമ്മുടെ ഒരു വ്യൂവറും കൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മെയിൽ അയച്ചിട്ടുണ്ട്. ദിസ് ഇസ് റോഷൻ ഫ്രം ദുബായ് ഇറ്റ് സെൽഫ്. റോഷൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫോറിൻ കരിക്കുലത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്തിനാണ് ഈ IELTS അല്ലെങ്കിൽ സാറ്റ് ടോഫൽ ഇങ്ങനത്തെ എക്സാംസിന് വീണ്ടും എന്തിനാണ് അവരതിന് അപ്പിയർ ചെയ്യേണ്ടത്? ബിക്കോസ് ഓൾറെഡി അവരൊരു ഫോറിൻ കരിക്കുലത്തിലാണ്, അവർക്ക് ഇംഗ്ലീഷ് അങ്ങനത്തെ എല്ലാ സ്റ്റാൻഡേർഡ്സും അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ വൈ ദീസ് ടെസ്റ്റ്? ഓക്കെ, സി ബേസിക്കലി ആ ഒരു മിസ്കൺസെപ്ഷൻ ആണ് ദാറ്റ് ഈ ടെസ്റ്റ് ആവശ്യമുള്ളത് യൂണിവേഴ്സിറ്റീസിനെ കാണുന്നത്. നൗ സാറ്റ് എക്സാം എന്ന് പറയുന്നത് യെസ്, അത് യൂണിവേഴ്സിറ്റി റിക്വയർമെൻ്റ് ആണ്. അത് കൂടുതലും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കോഴ്സ് ആ യൂണിവേഴ്സിറ്റിയിൽ അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ഒരു നോളജ് ഇല്ലാത്ത ഒരു ഇതാണ്. അപ്പം ഞാനിപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി, അല്ലെങ്കിൽ കേരള സിലബസിൽ നിന്ന് പാസ്സായി. അപ്പം ഞാൻ ചെയ്ത സബ്ജക്ട്സ് ആ ഒരു സബ്ജക്റ്റിന് റിക്വയർമെൻ്റ് ആണോ? ഓക്കെ, എനിക്ക് ചെയ്യേണ്ടത് ചിലപ്പം ബയോടെക്നോളജിയിൽ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിന് ഈ ബയോളജിയിൽ കുട്ടിക്ക് ഈ ഒരു റിക്വയർമെൻ്റ് ഉണ്ടോ എന്നറിയാനുള്ളൊരു ടെസ്റ്റാണ് സാറ്റ് എക്സാംസ്. സ്റ്റാൻഡർഡൈസ് ടെസ്റ്റിംഗ് ആണ്. പിന്നെ ബേസിക് സാറ്റ് 1 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഇംഗ്ലീഷ്, ക്രിട്ടിക്കൽ റീഡിംഗ് ആൻഡ് ക്രിട്ടിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പാർട്ടും പിന്നെ ബേസിക് മാത്താണ്. അപ്പോൾ അത് ജസ്റ്റ് ഇറ്റ്സ് എ ടെസ്റ്റ് ടു സീ നമ്മുടെ ബേസിക്സ് മാത്സും ഇംഗ്ലീഷും നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് റീസണിങ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ലോജിക് ശരിയാണോ. അപ്പോൾ അത് ഉണ്ടെങ്കിലേ നമുക്കൊരു യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനാണ് സാറ്റ് 1. അപ്പോൾ അത് യൂണിവേഴ്സിറ്റീസ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം. ഓക്കെ, എനിക്കും നല്ല മാർക്കുണ്ട്, ഷെറിനും നല്ല മാർക്കുണ്ട്, അപ്പം ഈ പറയുന്ന റോഷനും നല്ല മാർക്കുണ്ട്, നമുക്ക് 3 പേർക്കും സെയിം മാർക്സ് ആണ്. അപ്പോൾ എങ്ങനെ നമ്മൾ 3 പേരിൽ നിന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനാണ് സാറ്റ് 1. സാറ്റ് 2 എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ടെസ്റ്റാണ്. അപ്പോൾ എനിക്ക് ലോയ്ക്ക് പോകണം. അപ്പം ഞാൻ ചിലപ്പോൾ ഹിസ്റ്ററി എടുത്തിട്ടില്ല, ഞാൻ സയൻസ് സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് ലോയ്ക്ക് പോകണം. അപ്പോൾ എൻ്റെ സയൻസ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഞാൻ ഹിസ്റ്ററി എടുത്തിട്ടില്ല. സോ ഞാനിപ്പോൾ സാറ്റ് 2 ഹിസ്റ്ററി ചെയ്തു, എനിക്കൊരു പ്രൊഫഷൻസി ഉണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ സേ ഓക്കെ കം ഓൺ വെൽക്കം, പ്രോഗ്രാം ചെയ്യാം. IELTS ആൻഡ് TOEFL എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് നമുക്ക് ബേസിക് കോംപ്രിഹെൻഷൻ ഉണ്ടോ, നമുക്ക് റീഡ് ചെയ്യാൻ, റൈറ്റ് ചെയ്യാനും സ്പീക്ക് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റുന്നുണ്ടോ. സോ അത് റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് എക്സാമാണ്. ചെക്ക് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. Do you understand English? Can you speak in English? Can you write English? And can you comprehend English? അപ്പം അതെന്തിനാണ്? നമുക്ക് ആ ഒരു കൺട്രിയിൽ, ഇറ്റ്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി, ആ കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കോൺവേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണ്, നമുക്ക് പഠിക്കാൻ പറ്റുമോ, നമുക്ക് അസൈൻമെന്റ്സ് എഴുതി സബ്മിറ്റ് ചെയ്ത് പാസ്സാവാൻ പറ്റുമോ. സോ ഇറ്റ്സ് ബേസിക്കലി ഒരു വിസ റിക്വയർമെന്റ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി പറയുമായിരിക്കും ഓക്കെ യു ഹവ് ഡൺ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അപ്പം വി നോ ദറ്റ് യുവർ ഇംഗ്ലീഷ് ലെവൽ ഇസ് ഹൈ. പക്ഷേ വിസക്കാർക്ക് അറിയില്ല, ആൻഡ് ദേ ആർ നോട്ട് ഗോയിങ് ടു സിറ്റ് ആൻഡ് ടേക്ക് എൻ ഇന്റർവ്യൂ വിത്ത് യു ഒരു ലോങ് ടൈം. അപ്പോൾ അവർക്ക് നോക്കണ്ടേ ഓക്കെ ഒരു 6 സ്കോർ അല്ലെ 6.5 സ്കോർ ഉണ്ടോ ഔട്ട് ഓഫ് ദിസ് തിങ്, IELTS സ്കോർ ഉണ്ടോ, മതി, കമിൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഒരുപാട് ക്വയറീസ് ഐ എം ഷുവർ ഹാസ് ബീൻ സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് എപ്പിസോഡ്. താങ്ക് യു സോ മച്ച് മാം ഫോർ സ്പെൻഡിങ് യുവർ ടൈം. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.